SSLC പോലുള്ള പരീക്ഷയിൽ നടക്കുന്നത് എന്താ? അത് ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള വിഷയങ്ങൾ, അതുപോലെ നോട്ടിലേക്ക് പകർത്തപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. എന്നാൽ അതിലെന്തുകൊണ്ട് ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾ മുന്നേറുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി അത് പെൺ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടാണ്. നമ്മൾ സാധാരണ കാണാറില്ല, ചിലപ്പം ഇന്നലെ ഇന്ത്യ തോറ്റു ഹോക്കിയിൽ ചില പത്രങ്ങൾ അതിനെ വിലയിരുത്തിയത് എന്താ? അമിതമായ ആത്മവിശ്വാസം. ഇതിനു മുമ്പ് പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പം ഉണ്ടായ ധൈര്യം ഉണ്ടല്ലോ, ധൈര്യം കൂടിപ്പോയാൽ തോറ്റുപോകും. അങ്ങനെ ഉണ്ട് ഒരു തകരാറ്. ഇതേ സ്വഭാവമാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ അപേക്ഷിച്ച് പേടി കൂടുതലാണ്, അവർക്ക് നാണം കൂടുതലാണ്, ഭയം കൂടുതലാണ്. ആൺകുട്ടികൾക്ക് ധൈര്യവും കൂടുതലാണ്, നാണം വളരെ കുറവാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ ഒരു പദ്യം പഠിപ്പിക്കാൻ ഈണത്തിൽ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവർക്കും കളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ഒരടവുണ്ട്, ഭീഷണിയാണ്. ഇനി നാളെ വരുമ്പോൾ ആ 21 വരി പദ്യം നിന്ന് ഇവിടുന്ന് ചൊല്ലി തന്നിട്ടില്ലെങ്കിൽ 101 തൊട്ട് ഏത്തടിക്കുന്ന അങ്ങനെ ചെവി പിടിച്ചിട്ടേ. ഈ ഭീഷണി കേൾക്കുമ്പം പെൺകുട്ടികളെ മനസ്സെങ്ങനെ പ്രതികരിക്കുക? പഠിച്ചോനെ, എന്നെ കൊണ്ടാവൂല, നാളെ ആൺകുട്ടികളെ മുമ്പിൽ വെച്ച് അങ്ങേ ക്ലാസ് നിന്ന് ടീച്ചറും കുട്ടികളൊക്കെ നോക്കി നിൽക്കെ 101 ഏത്തടുക, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാണവും പേടിയും കാരണം വീട്ടിലെത്തിയ പെൺകുട്ടി അവൾ ഇശാ നിസ്കരിച്ച ഒരൊറ്റ ഇരുത്ത രാത്രി 1 മണി വരെ ഇരുന്ന് ചൊല്ലി ആ പദ്യാട് കാണാപ്പാടം പഠിക്കാണ്. നമ്മൾ ആൺകുട്ടികളെ പ്രതികരണം എന്താ? എന്ത് 101 ഏത്തം, ഈ ഉള്ളവൻ 9ൽ നിന്ന് 10ലേക്ക് ജയിച്ചത് 1001 ഏത്തം എത്തതിന്റെ ശേഷമാണ്. ഇനി നമുക്ക് 101 എന്താ? ഓനൊരു കെട്ടെന്തോ മട്ടലെടുത്ത് നേരെ പാടത്തുകാട് പോയി. ഓൻ 10 ഓവർ കളിച്ചു. പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യത, ഈ പദ്യം പൂരിപ്പിക്കാനാ പെൺകുട്ടി പൂരിപ്പിച്ചു, ഓൾ റാങ്കും വാങ്ങിപ്പോയി. ഇതാണ് സാധാരണ പരീക്ഷയുടെ സ്ഥിതിയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ബുദ്ധി അളക്കേണ്ടത് ദൈക്ഷണിക ശേഷിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ലോകത്ത് നമുക്ക് ഒരുപാട് നമ്മൾ അനുഭവിച്ചു. തീപ്പെട്ടി മുതൽ ഇന്റർനെറ്റ് വരേക്കുമുള്ള ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുണ്ട്. ഈ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ബൗദ്ധിക ശേഷി ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ എന്ന് അന്വേഷിച്ചാൽ 95% ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും പുരുഷന്മാരെ തലയിൽ ഉദിച്ചിട്ടുള്ളതാണ് എന്ന് നിഷ്പ്രയാസം നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു വെറുതെ പറയില്ല. ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. സ്ത്രീകൾക്കില്ലാത്ത ബുദ്ധി അള്ളാഹു പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ധൈര്യം, സ്ഥൈര്യം, നിയന്ത്രണശേഷി, ഇതൊന്നും പുരുഷന്റെ അത്ര പെണ്ണിനല്ല കൊടുത്തിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അനുഭവിക്കുന്നില്ലേ? മകനെ വിളിച്ച്, മുഹമ്മദേ ഇങ്ങോട്ട് വാടാ, ഒരു 10 റുപ്യ മത്തി വാങ്ങിയ. ഉമ്മ മകനെ വിളിച്ച് പറഞ്ഞാൽ എന്താ മകന്റെ പ്രതികരണം? പ്ലീസ് ഉമ്മ, ഒരു 10 മിനിറ്റ് വിശ്രമിക്ക്, ഞാനൊരു 5 ഓവർ എറിയട്ടെ എന്ന് പറയും. ഉമ്മ വിളിച്ചാൽ എന്നാ വാപ്പ വിളിച്ചടാ മുഹമ്മദേ, ഓൻ വരുന്ന സ്പീഡ് കണ്ടു, നിങ്ങൾ ക്യാച്ച് പിടിക്കാൻ വരുന്ന സ്പീഡിലായിക്കൂലേ. അങ്ങനെ വാങ്ങിപ്പോയി മത്തിയായിട്ട് തിരിച്ചു വന്ന് ഇനി എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു. എന്തൊരു സജീവാണ്! എന്താ ഇതിന്റെ കാരണം? ആണിന്റെയും പെണ്ണിന്റെയും നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. സ്കൂളിൽ വെച്ച് നമ്മളൊക്കെ അത് അനുഭവിച്ചതല്ലേ. ടീച്ചർമാർ വരുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമാണ്, മാഷിർമ ലേശം ബേജാറാണ്. എന്താ കാരണം? നിയന്ത്രണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധി കൂടുതലുള്ള, കായികക്ഷമത കൂടുതലുള്ള, ധൈര്യവും സ്ഥൈര്യവുമുള്ള, നിയന്ത്രണശേഷിയുള്ള പുരുഷൻ അവൻ കുടുംബത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കണം. ഇസ്ലാമിന്റെ മാനദണ്ഡമാണ്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് പുരുഷൻ പിന്നോട്ട് പോയാൽ ആ കുടുംബം ഒരിക്കലും സന്തുഷ്ട കുടുംബമാകുകയില്ല. നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ വിഷയത്തിലും നമുക്ക് ഉപമകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞതാണ്, ഖുർആനിൽ ഞാൻ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പോലും പറയുന്നതിൽ എനിക്ക് നാണമില്ല. അതൊരു മൂട്ടയുടെ ഉദാഹരണം പറയുന്നത് പോലും എനിക്ക് നാണമില്ല എന്നൊരിടത്ത് പറഞ്ഞത് കാണാം. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല പറഞ്ഞതോ, പരിശുദ്ധ ഖുർആനിൽ വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിന്നാസി മിൻ കുല്ലി മസൽ വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ. മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളിലും ഖുർആനിൽ ഞാൻ ഉപമ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിൽ നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും കുടിലിനെ സംബന്ധിച്ചും ഒരു ഉദാഹരണം പറഞ്ഞത് കാണാം. വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അൻകബൂത് ലൗ കാനൂ യഅലമൂൻ. വ ഇന്ന ഔഹനൽ ബുയൂത്, വീടുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നിന്ദ്യത അനുഭവിക്കുന്ന വീട്,
ഒരു കുടുംബത്തിൽ ഏറ്റവും നിന്ദ്യമായ കുടുംബം അതേതാണ്? ലബൈത്തുൽ അങ്കബൂത്ത്, അത് ചിലന്തിയുടെ വീടാണ്. ലൗ കാനൂ യഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെ അപഗ്രഥിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ എന്നുകൂടി അള്ളാഹ് ചേർത്ത് പറയുന്നുണ്ട്. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ജീവശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖക്ക് അടിത്തറ പാകിയ പണ്ഡിതന്മാർ അവരാണ്. യൂറോപ്യർ കക്കയും ഞണ്ടും ഒക്കെ പെറുക്കി നടക്കുന്ന കാലഘട്ടത്തിലെ ബൃഹത്തായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ സംബന്ധിച്ച് മുസ്ലിം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ചിലന്തി എക്കാലവും മനുഷ്യന്റെ ശ്രദ്ധയാകർഷിച്ച ഒരു ജീവിയാണ്. ആയിരക്കണക്കിന് ജാതിയും ഉപജാതിയും ഒക്കെ അതിലുണ്ട്. നമ്മുടെ നാടുകളിൽ പോലും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തരം ചിലന്തി. എന്താണ് അതിന്റെ സവിശേഷത? അവയുടെ കൂട്ടത്തിലെ പെൺചിലന്തികൾ വല്ലാത്ത വണ്ണും വലുപ്പമായിരിക്കും. ആണുങ്ങളാണെങ്കിലോ പച്ച ക്ഷീണിച്ച ആരോഗ്യം കുറഞ്ഞ ചെറിയ സാധനങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ പേടിച്ചുകൊണ്ടാണ് ഭർത്താവായ ആൺ ചിലന്തി നടക്കുക. പെണ്ണയ്ക്ക് മുന്നിൽ നടക്കുക, മറ്റോ അങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവുക ചെയ്യുക. എപ്പോഴും പേടി, ഓള് തിരിഞ്ഞോൻ പായി. ആ ജാതി ബേജാറിലാണ് ഇവരെ ജീവിതം. ഇനി സന്താനോൽപാദന പ്രക്രിയ പോലും അബദ്ധത്തിലോ അശ്രദ്ധയിലോ കഴിയുമ്പോഴാണ് സാധിപ്പിച്ചെടുക്കുക. അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺചിലന്തി എന്താ ചെയ്യുക? ഒരു വെള്ള പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. നമ്മളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകുമ്പോഴൊക്കെ ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ നടക്കാണ്ടില്ല ചിലന്തി, അതാണ് ആള്. അത് പെൺചിലന്തിയാണ്. അതിന്റെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു ചാടിയാൽ ആദ്യമായി ഈ പെൺചിലന്തി ചെയ്യുന്ന വേല എന്താണ്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഈ കുട്ടികളുടെ പിതാവുമായ ആൺ ചിലന്തിയെ കൊന്നു തിന്നുന്നു. എന്നിട്ട് കുടുംബത്തിന്റെയും മക്കളുടെയും സമ്പൂർണ്ണ നിയന്ത്രണം പെണ്ണ് ഏറ്റെടുക്കുന്നു. ഇതുകൊണ്ടാണത്രേ അള്ളാഹ് പറഞ്ഞത്, വ ഇന്ന ഔഹനൽ ബുയൂതി ലബൈത്തുൽ അങ്കബൂത്ത്, ചിലന്തി ഭരിക്കുന്ന പെൺചിലന്തി ഭരിക്കുന്ന വീടാണ് ഏറ്റവും നിന്ദ്യതയുള്ള വീട്. അത് നമുക്കും പാഠമാണ്. നമ്മളുടെ ഇടയിൽ ചില കുട്ടികളൊക്കെ അങ്ങാടിയിൽ ഇറങ്ങി ഹറാം പറപ്പ് കളിക്കുമ്പം കാരണവന്മാര് പറയാം, അതങ്ങനെ ഉണ്ടാവും, അവിടെ ഓള കയ്യിലാ ഭരണം, ഓനൊരു പെങ്കൂസനാണ്. സഹോദരന്മാരെ, ആണുങ്ങൾ അവരുടെ ദൗത്യം മറന്നുപോയാൽ നമ്മൾ കുടുംബം കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമ്മുടെ മുമ്പിൽ വലിയ പ്രശ്നമുണ്ട്. ഒന്ന്, നമ്മൾ വിദേശികളാണ്, പലരും പ്രവാസികളാണ്, നാട്ടിലുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യാ? കുട്ടീനെ നമ്മളെന്താ നോക്കൂ? ഓള് നോക്കല്ലാതെ. സഹോദര, നമുക്ക് അള്ളാഹു വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കിയപ്പോഴേക്ക് അതിന് പറ്റിയ ഉപകരണങ്ങളും സഹായങ്ങളും ഒക്കെ അള്ളാഹ് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. ഈ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുകയും നമ്മൾ എവിടെയായിരുന്നാലും നിയന്ത്രണവും കൺട്രോളും നമ്മുടെ തന്നെ കൈകളിലായിരിക്കണം. എല്ലാം ഭാര്യമാരെ ഏൽപ്പിച്ച് 2 കൊല്ലം കൂടുമ്പോൾ ഒന്ന് വന്ന് അതിൻ്റെ അടുക്ക് ആവശ്യമുള്ള ഡ്രാഫ്റ്റും പണമൊക്കെ അയച്ചു കൊടുത്താൽ നമ്മൾ കുടുംബം നിയന്ത്രിക്കുന്നവരാകുകയില്ല. എവിടെയായിരുന്നാലും നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകരുത്. അതിനെന്താണ് ഗൾഫുകാർക്ക് മാർഗം? എല്ലാ കുട്ടികൾക്കും ഫോൺ ചെയ്യുക എന്ന് പറഞ്ഞത് സാധാരണ ശരാശരി ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രയാസാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കുന്നേക്കാൾ ചിലവ് അവിടുന്ന് ഇങ്ങോട്ട് വിളിക്കാൻ. അങ്ങനെ എല്ലാവർക്കും ഫോൺ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു മാസത്തെ ശമ്പളത്തിന്റെ നല്ലൊരു ഭാഗം ഫോൺ കോളിന് വേണ്ടി പോകും. പിന്നെ എളുപ്പമുള്ള ഒരു മാർഗമുണ്ട്, അത് കത്തെഴുത്താണ്. പക്ഷേ മടിയന്മാരായ മലയാളികൾ ആ പരിപാടി നിർത്തിയത് കൊണ്ട് തന്നെ ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ പൂട്ടാൻ പോവുക. അവരൊക്കെ നിലനിൽക്കുന്നത് വേറെ ചില പണ ഇടപാടുകളിലൂടെയാണ്. ഇന്ന് പോസ്റ്റൽ സംവിധാനം തന്നെ നിലനിൽക്കുന്നത്. കത്തയക്കാൻ ആർക്കും താല്പര്യമില്ല. എഴുത്ത് എന്നത് മറന്നുപോയി. ഇതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല. ഇപ്പൊ സാധാരണ എന്താ ചെയ്യുക? ഒരാൾ ഗൾഫുകാരൻ ഭാര്യയെ വിളിച്ച് പറയും എല്ലാ സംഗതികളും, ഇതൊക്കെ വേണ്ട പോലെ ചെയ്യണേ, ഉപ്പാനോട് അത് പറഞ്ഞേക്ക്, ഉമ്മാനോട് ഇത് പറഞ്ഞേക്ക്, കുട്ടിക്ക് അത് ചെയ്ത് കൊടുക്ക്, ആ പൈസ അവിടെ കൊടുക്ക്, മറ്റത് ഇവിടെ കൊടുക്ക് എന്ന് പറഞ്ഞ് ആ ബന്ധം തീരുകയാണ്. ഇത് പോരാ, ഒരു പൈസ പോലും ചെലവില്ലാതെ ദിവസവും എന്നോണം നമ്മളെ നാട്ടിലേക്ക് നമ്മളെ അടുത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അവരെ കയ്യിൽ ഒരു കത്ത് എഴുതി കൊടുക്കാൻ നമ്മൾ മടി കാണിച്ചു പോകരുത്. സഹോദരന്മാരെ, കത്ത് എന്ന് പറയുന്നത് വല്ലാത്ത സ്വാധീനമുള്ള ഒരു വസ്തുവാണ്. ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ആദ്യമായി മനുഷ്യനെ വിദ്യാഭ്യാസം പഠിപ്പിച്ചതിന്റെ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹ്.
അത് നമ്മൾ കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭാര്യക്ക് സ്വന്തമായി കത്തെഴുതണം, ഉമ്മാക്ക് എഴുതണം, വാപ്പക്ക് എഴുതണം. ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് കത്തെഴുതുകയും ആ കത്തിൽ അവന് കൊടുക്കേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പഠനകാര്യം, നിസ്കാരത്തിന്റെ കാര്യം, കൂട്ടുകെട്ടിനെ സംബന്ധിച്ച്, ഉമ്മയോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച്, കലാലയങ്ങളിലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ എഴുതി അവനൊരു കത്തയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 തവണ അടുത്ത് വിളിച്ച് ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന. അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് നമ്മൾ 100 തവണ അടുത്ത് വിളിച്ച് ഉപദേശിക്കുന്നതിനേക്കാൾ കത്ത് ഫലപ്രദമാണ്. കത്ത് നമ്മൾ സ്വകാര്യമായി വളരെ ശാന്തമായി വേറെ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടെ വായിക്കാൻ കഴിയുന്ന ഒരു സാധന. അതിന് വലിയ സ്വാധീനമുണ്ട് മനുഷ്യർക്കിടയിൽ. നമ്മളത് നിർത്തിക്കളയരുത്. അങ്ങനെ കുട്ടിക്ക് നിങ്ങളൊരു കത്തയച്ച അവന് എന്തൊരു ഒരു അഭിമാനമായിരിക്കും. മദ്രസ പോകുമ്പോ ഇവൻ ഈ കത്ത് പുസ്തകത്തിൽ വെച്ച് പോവും, പകുതി പുറത്ത് കാണിച്ചുകൊണ്ടാ പോവാ. സദറുസ്താവ് ചോദിക്കും, എന്താടാ കത്ത്? അപ്പോൾ കുട്ടികളൊക്കെ നോക്കിയാ അതിലിപ്പം കത്തിങ്ങോട്ട് ഊരിയാണ്. ഇത് എന്റെ ഉപ്പച്ചി അയച്ച കത്താണ്, ഇതാ മണക്കിലില്ലേ, ദുബായിൽ നിന്ന് വന്നതാ.